വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്, സ്റ്റഡി വ്ളോഗാണ്. നമ്മൾ കുറേ ആയിട്ട് സ്റ്റഡി വ്ളോഗ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡിഗ്രി പ്രിലിംസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഡിഗ്രി പ്രിലിംസിന് മാർക്ക് കുറവാണ്, ഇനി പഠിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും മെയിൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ദിവസമായി ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഡിഗ്രി മെയിൻസിനായാലും ഇപ്പോൾ എന്താണ് VFAയുടെയും ബേവ്കോ LDC ഒക്കെ എല്ലാറ്റിനും തന്നെ നമുക്കറിയാം ഇപ്പോൾ SCRT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ SCRTയുടെ ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. SCRT ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യയുടെ ഒരു ബുക്കാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് കുറേ ആയി, പക്ഷെ ഞാനത് കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ SCRTക്ക് ഇപ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതൊന്ന് തറവായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻസ് തന്നെയാണ് SCRT ബേസ്ഡുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അത് വളരെ കുറച്ചെന്നെ ഞാൻ പഠിച്ചു പോകുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കുറച്ച് മടി, അതുപോലെ തന്നെ LDCയുടെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പഠിക്കാതെ ഞാൻ കുറച്ച് പഠിച്ചിട്ട് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ ഞാൻ ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ SCRT തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് SCRT തന്നെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിഗ്രി പ്രിലിംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് നമുക്കറിയാം, എഴുതിയവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. 2 ഫേസും എന്താ പറയുക, 30-ാം തീയതി എഴുതിയവരുണ്ട്, പിന്നെ ഫസ്റ്റ് ഫേസ് മാറ്റിയത് 13-ാം തീയതിയിലേക്ക് മാറ്റിയത് എഴുതിയവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന പോലെ 30-ാം തീയതിയിലത്തെ എക്സാം കുറച്ചും കൂടി എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ 30-ാം തീയതി എഴുതിയത് കേട്ടോ. പക്ഷേ എനിക്ക് ടഫ് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മറ്റതിനെ അപേക്ഷിച്ച് ആയിരിക്കാം കുറച്ച് ഈസി ആയിരിക്കാം എങ്കിൽ പോലും നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യമായിട്ട്. അല്ല, നിങ്ങൾ 13-ാം തീയതി എഴുതിയവർ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പേപ്പർ കണ്ടുപോയതുകൊണ്ട് ആ ഒരു ആഘാതം കുറയ്ക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ 30-ാം തീയതി പോയിട്ട് ഞാൻ ആകെ ഞെട്ടിയത് ഒരു പേപ്പറാണത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടത് ഒരു ഏറ്റവും ആദ്യം എഴുതിയ എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടഫായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ മാർക്ക് സ്കോർ ചെയ്ത് അതൊരു വെച്ചിട്ട് പ്രിലിംസ് കടക്കും എന്നൊരു വിശ്വാസം ഉണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ 10th പ്രിലിംസ് കഴിഞ്ഞപ്പോൾ കണ്ടു LGSനും ഒക്കെ എത്രയാണ് കട്ട് ഓഫ് വന്നതെന്ന്. അപ്പോൾ അത്രയ്ക്ക് താഴ്ന്ന് വിചാരിച്ചും പ്രതീക്ഷിക്കാതെ പലരും എന്താണ് തനിക്ക് കിട്ടിയ മാർക്ക് കുറവാണെന്നും പറഞ്ഞിട്ട് പഠിക്കാതെ ഇരുന്നു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ എന്താണ് ഈ മെയിൻസിന് പഠിക്കാനുള്ള അത്രയും സമയം വേസ്റ്റാക്കി കളഞ്ഞതിൽ സങ്കടപ്പെട്ടിട്ടും അതുപോലെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇനി വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഫോഴ്സ് എക്സാമുകൾക്കൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ ഒരു 20-25 മാർക്കിന് മുകളിലുള്ളവരെല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ചിലപ്പോൾ അതിന് താഴെയായിരിക്കും കേട്ടോ കട്ട് ഓഫ് വരിക. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ, 20 ഉള്ളവർ എന്തായാലും തന്നെ പഠിച്ചു തുടങ്ങുക. ഒരു 15 ഉള്ളവരും പഠിച്ചു തുടങ്ങുക. കാരണം നമ്മൾ എന്തായാലും എക്സാം PSCയിൽ ഒരു ജോലി നേടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴായാലും പഠിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ വരുന്ന എക്സാമുകൾക്ക് അത് ഗുണം തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് വരാതെ നിങ്ങൾ പഠിക്കുക. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 30-35 മേലെ എക്സാമിന് മാർക്കുള്ളവരും തന്നെ അതിനും പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം ഞാനും പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഞാനും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. എനിക്ക് പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് അങ്ങനെ എന്തോ ഒരു പോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്താ പറയുക, എലിജിബിൾ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതാണ്. മെയിനായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തന്നെയാണ് നോക്കുന്നത്. കാരണം ഫോഴ്സ് എക്സാമുകൾ എനിക്ക് പറ്റില്ല, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വെച്ചിരുന്നാൽ നടക്കില്ല. കാരണം നിങ്ങൾ പ്രിലിംസ് തന്നെ ഇപ്പോൾ ഡിഗ്രിയുടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല ടഫായിരുന്നു. അപ്പോൾ തന്നെ മെയിൻസ് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ച് നന്നായിട്ട് പോവുക. ഓരോ ടോപ്പിക്സിലും മാക്സിമം സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. എങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്കതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, എല്ലാ ഏരിയകളും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ വന്നാലും പ്രശ്നമില്ല അല്ലേ. കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എക്സാം എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ എന്തിനേയും അത് നേരിടുക. നിങ്ങൾ നേരിടുന്ന പോലെ തന്നെയായിരിക്കും ബാക്കി എല്ലാവരും തന്നെ നേരിടുക അല്ലേ.
അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ +2 മെയിൻസും ഡിഗ്രി ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് NCERT പോർഷൻസും കൂടെ ഒന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. അതും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്